നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. എന്താ പറയേണ്ടത്, അക്ഷരാർത്ഥത്തിൽ തീർത്ത് കളഞ്ഞു. ഡി.സിയെ കൊന്നങ്ങ് കൊലവിളിച്ചു. 9 വിക്കറ്റിൻ്റെ വിജയം RCB നേടുമ്പോൾ 89 പന്തുകളാണ് ബാക്കിയുള്ളത്. RCBയുടെ നെറ്റ് റൺ റേറ്റിൽ വലിയ രൂപത്തിൽ ഇത് സഹായകരമാകും. DC-യുടെ നെറ്റ് റൺ റേറ്റിൽ കനത്ത പ്രഹരവുമാവും. നോക്കുക, ആദ്യം ബാറ്റ് ചെയ്ത DC 16.3 ഓവറിൽ 75 റൺസിന് ഓൾ ഔട്ടായപ്പോൾ RCB 6.3 ഓവറുകളിൽ ഒരേ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു. അതിവേഗത്തിൽ സ്കോർ ചെയ്തു എല്ലാവരും. കോഹ്ലി ആദ്യം പതുക്കെയായിരുന്നു, പക്ഷേ ഫിനിഷ് ചെയ്തപ്പോൾ അടിച്ചങ്ങ് തീർത്തു. 15 പന്തുകൾ, ഒരു 4-ഉം 2 6-ഉം അടക്കം അദ്ദേഹം 23 റൺസ് അടിച്ച് പുറത്താകുന്നു. ദേവദത്ത് പടിക്കൽ വന്നതും അടിയും കളി തീർക്കാനുള്ള ധൃതിയും ഒക്കെ ഒരുമിച്ചായിരുന്നു. പവർ പ്ലേയിൽ കളി തീരുമെന്ന് മാത്രമാണ് ഉറ്റുനോക്കിയത്, പക്ഷേ അതുണ്ടായില്ല. പവർ പ്ലേ കഴിഞ്ഞ് 3 പന്തുകൾ കൂടി കഴിഞ്ഞപ്പോഴാണ് കളി തീർന്നത്. 13 പന്തുകൾ, 3 4-ഉം 3 6-ഉം അടക്കം 34 റൺസ് അടിച്ച് ദേവദത്ത് പടിക്കൽ പുറത്താകുന്നു. ജേക്കബ് ബത്തൽ മാത്രമാണ് പുറത്തായത്. 11 പന്തിൽ ഒരു 4-ഉം 2 6-ഉം അടക്കം അദ്ദേഹം 20 റൺസാണ് അടിച്ചിരുന്നത്. DC 75 റൺസിന് ഓൾ ഔട്ട് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സ്ഥിതിവിശേഷമായിരുന്നു. അവർക്ക് 8 റൺസ് ആയപ്പോഴേക്കും 6 വിക്കറ്റുകൾ പോയി കഴിഞ്ഞിരുന്നു. ഇപ്പോൾ 4-ാമത്തെ ഓവർ മാത്രമാണ് അപ്പോൾ ആയിട്ടുണ്ടായിരുന്നത്. അതിൽ പുതിയ താരം, യുവതാരം സാഹിൽ പ്രകാശിനെ മടക്കി വിട്ടുകൊണ്ട് ഭുവനേശ്വർ കുമാർ തുടങ്ങി. അദ്ദേഹം ഡക്കായിരുന്നു. KL രാഹുൽ 1, നിതീഷ് റാണ 1, സമീർ റിസ്വി ഗോൾഡൻ ഡക്ക്, സ്റ്റെപ്സ് 5 റൺസ്, അക്സർ പട്ടേൽ ഡക്ക്. ഇങ്ങനെ ഒന്നിനെ പുറകെ ഒന്നായിട്ട് എല്ലാവരും പോയി. ഭുവനേശ്വർ കുമാറും ജോഷ് ഹേസൽവുഡും താണ്ഡവമാടി. ഇമ്പാക്റ്റ് സബ്ബായിട്ട് പോറൽ വന്നതുകൊണ്ട് പഴയ 49ൻ്റെ ആ നാണക്കേടിൻ്റെ റെക്കോർഡുണ്ടല്ലോ RCBയുടെ പേരിൽ, അത് മറികടക്കാൻ DCക്കായത് ഇമ്പാക്റ്റ് സബ് എന്നുള്ള പുതിയ റൂൾ കൊണ്ട് മാത്രമാണ്. പോറൽ 33 പന്തിൽ നിന്ന് 30 റൺസ് അടിച്ചു, അവരെ 50 കടത്തി വിട്ടു. ഡേവിഡ് മില്ലർ 19 റൺസും KL ജാമീസൺ 12 റൺസും കുൽദീപ് യാദവ് 3 റൺസുമാണ് അടിച്ചത്. ഭുവനേശ്വർ കുമാർ 3 ഓവറിൽ 5 റൺസിലാണ് 3 വിക്കറ്റ് എടുത്തത്. ജോഷ് ഹേസൽവുഡ് 3.3 ഓവറിൽ 12 റൺസിന് 4 വിക്കറ്റ്. റഷീഖ് സലാമിന് 2 ഓവറിൽ 21 റൺസിന് 1 വിക്കറ്റ്. റൊമാരിയോ ഷെഫേർഡ് 2 ഓവർ 21 റൺസ് വിക്കറ്റിൽ. അവർ രണ്ടുപേരും മാത്രമാണ് എക്സ്പെൻസീവ് ആയത്. സുയാഷ് ശർമ്മ 4 ഓവറിൽ വെറും 7 റൺസ് 1 വിക്കറ്റ് എടുത്തപ്പോൾ കൃണാൽ പാണ്ഡ്യ 2 ഓവറിൽ 9 റൺസിന് 1 വിക്കറ്റ് എടുത്തു. അതിന് ജയിക്കാൻ വേണ്ടി 76 ജേക്കബ് ബത്തലും വിരാട് കോഹ്ലിയും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട്. 3-ാമത്തെ ഓവറിൽ ജേക്കബ് ബത്തൽ മടങ്ങുമ്പോൾ സ്കോർ ബോർഡിൽ 26 റൺസാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം 20 റൺസ് അടിച്ച് KL ജാമീസിൻ്റെ പന്തിൽ നടരാജൻ പിടിച്ചു പുറത്തായി. പിന്നീട് അങ്ങോട്ട് താണ്ഡവമാടി ദേവദത്ത് പടിക്കൽ. 13 പന്ത് 34, വിരാട് കോഹ്ലി 15 പന്ത് 23. പൊളിച്ചടുക്കി 6.3 ഓവറിൽ അവർ കളിയും കഴിച്ചു പോയി. സംഭവിച്ചത് എന്താ? 8 കളി 12 പോയിൻറ്റുമായിട്ട് നിൽക്കുന്നു. ഇപ്പോൾ RCB പോയിൻ്റ് പട്ടിക 2-ാം സ്ഥാനത്താണ്. 1.919 അവരുടെ നെറ്റ് റൺ റേറ്റ്. അതേസമയം DC-യുടെ നെറ്റ് റൺ റേറ്റ് -1.06 ആയിട്ട് അവർ 7-ാം സ്ഥാനത്താണ്. 8 കളിയിൽ നിന്ന് അവർക്ക് 6 പോയിൻ്റാണ്. ഏതായാലും RCB ഈ സീസണിൽ പൊളിച്ചെടുക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.